ഫൈനാൻഷ്യൽ ഇയർ 2024-25 സാമ്പത്തിക വർഷത്തിനുള്ള സമ്പൂർണ്ണ ബഡ്ജറ്റ് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഫൈനാൻസ് മിനിസ്റ്റർ നടത്തിയ പല അനൗൺസ്മെൻറ്റും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. ഒരവസരത്തിൽ BSE സെൻസെക്സ് 1200 പോയിൻ്റ് വരെയും ഡൗൺ ആയതിനു ശേഷം ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് BSE സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോകളിലും പറയാറുള്ളത് പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമ്മളെ നയിക്കുന്ന രണ്ട് ഫീലിംഗ് ഫിയറും ഗ്രീഡുമാണ്. ഇന്നിവിടെ പല ഇൻവെസ്റ്റേഴ്സിനും നയിച്ച ഫീലിംഗ് എന്ന് പറയുന്നത് ഫിയറാണ്. ബഡ്ജറ്റ് പൂർണ്ണമായിട്ട് കേൾക്കാതെ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ അനൗൺസ്മെൻറ്റ്, എങ്ങനെയാണിത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമോ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമോ, ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ബഡ്ജറ്റ് സ്പീച്ച് തുടങ്ങിയ സമയം മുതൽ തന്നെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ബഡ്ജറ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ നമ്മുടെ ഇക്കോണമീനെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, പുതിയതായിട്ടുള്ള ജോബ് ക്രിയേഷന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, റൂറൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി അനൗൺസ്മെൻറ്റുകൾ ഈ ബഡ്ജറ്റിൽ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു ആകെ തുക എടുത്തു നോക്കിയാൽ ഇത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ്. ഭയമെന്ന ഫീലിംഗ് പല ഇൻവെസ്റ്റേഴ്സിനെയും ഫോഴ്സ് ചെയ്ത് അവരുടെ കയ്യിലുള്ള ഷെയറുകളോ മ്യൂച്വൽ ഫണ്ടുകളോ യൂണിറ്റുകളോ വിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്നാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ദിവസത്തേനോ 2 ദിവസത്തേനോ അല്ല, നിങ്ങൾ ലോങ് ടൈം നിക്ഷേപമാണ് നടത്തുന്നത്. മാർക്കറ്റിലെ ഹ്രസ്വകാലങ്ങളിൽ ഇതേപോലെയുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അത് കണക്കിലെടുക്കാതെ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഈ ഏരിയയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. ഈ ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ നടത്തിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അനൗൺസ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാലറി വാങ്ങുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എഫക്റ്റായിട്ട് ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത് ഇതേപോലെ മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള സാലറി ലഭിക്കുന്ന വ്യക്തികൾക്ക് 17,500 രൂപ വരെയുള്ള ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുമെന്നാണ്. ഫാമിലി പെൻഷൻ വാങ്ങുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ഫാമിലി പെൻഷനിൽ അവർക്ക് ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത 1-2 കാര്യങ്ങളുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% നിന്ന് 12.5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ലായിരുന്നു. ഈ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റിൽ 1 ലക്ഷം രൂപ എന്നുള്ള ആ ബേസിക് ലിമിറ്റ് 1,25,000 രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഈ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഫൈനാൻഷ്യലും അതേപോലെ നോൺ ഫൈനാൻഷ്യലുമായിട്ടുള്ള അസറ്റുകൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 12% എന്നാണ്. വിപണിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്ത മറ്റൊരു കാര്യം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇക്വിറ്റി ഫണ്ടുകളിലും മറ്റും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വർഷത്തിന് മുന്നെയാണ് നിങ്ങൾ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ 15% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കുന്നതിന് പകരം അത് 20% കൂട്ടിയിട്ടുണ്ട്. അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അസറ്റ്സും അതേപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ അസറ്റ്സും 2 വർഷത്തിന് മുന്നെയാണ് നിങ്ങൾ ഈ അസറ്റുകൾ വിൽക്കുന്നതെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും 2 വർഷത്തിന് ശേഷമാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. F&O മാർക്കറ്റിൽ, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിലെ ട്രേഡുകൾ ഡിസ്കറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിലും ഇൻക്രീസ് വരുത്തിയിട്ടുണ്ട്. F&O മാർക്കറ്റിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് നടത്തുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ നിന്ന് സാധാരണ ചാർജ് ചെയ്യാറുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് 0.0625% നിന്ന് 0.1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ ചാർജ് ചെയ്യാറുള്ള STT 0.125% നിന്ന് 0.02% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. F&O മാർക്കറ്റിലുള്ള ട്രേഡുകൾ പ്യുവർലി സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ട്രേഡുകളാണ്. F&O മാർക്കറ്റിലുള്ള ട്രേഡുകൾ വളരെ റിസ്കി ആയിട്ടുള്ള ട്രേഡുകളും അതേപോലെ തന്നെ ഇത് ബേസിക്കലി ഒരു ഊഹക്കച്ചവടവുമാണ്. ഇതേപോലെയുള്ള ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്
പല സമയങ്ങളിലും അവരുടെ പണം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഫൈനാൻസ് മിനിസ്ട്രി STTയിൽ ഇൻക്രീസ് വരുത്തിയിരിക്കുന്നത്. കൂടി ഇവിടെ ആഡ് ചെയ്തോട്ടെ. സാലറിയിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000 ആക്കി ഉയർത്തിയ ബെനിഫിറ്റ് ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ടാക്സ് സ്ലാബിലും ചില ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. 3 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് ഇല്ല. 3 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് 5%. ഇത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇത് 3 മുതൽ 6 ലക്ഷം രൂപ വരെയായിരുന്നു. 7 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് 10%. ഇത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയായിരുന്നു. 10 മുതൽ 12 ലക്ഷം രൂപ വരെയും 15%. പ്രീവിയസ് ഇയറിൽ ഇത് 9 മുതൽ 12 ലക്ഷം രൂപ വരെയായിരുന്നു. 12 മുതൽ 15 ലക്ഷം വരെയുള്ള ഇൻകം ഉള്ളവർക്ക് 20%, അതിൽ ചേഞ്ച് ഇല്ല. അതേപോലെ 15 ലക്ഷത്തിന് മേളിൽ ഇൻകം ഉള്ളവർക്ക് 30% ടാക്സ് ചാർജ് ചെയ്യുന്നത്. ആ ടാക്സ് സ്ലാബിലും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണം. 2 ലക്ഷം രൂപ വരെയും ടാക്സ് ഇല്ല. 2.5 മുതൽ 5 ലക്ഷം രൂപ വരെയും 5%, 5 മുതൽ 10 ലക്ഷം രൂപ വരെയും 20%, 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള നിങ്ങളുടെ ഇൻകത്തിന് 30%-മാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്. മറ്റൊരു അനൗൺസ്മെൻറ്റ്, സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും മറ്റും ചാർജ് ചെയ്തിരുന്ന ഏഞ്ചൽ ടാക്സേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സ് ട്രാൻസാക്ഷനുള്ള TDS 0.1% ആയിട്ട് കുറച്ചിട്ടുണ്ട്. എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ വരെയും ലോണ് നൽകുമെന്ന് പറയുന്നുണ്ട്. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കസ്റ്റംസ് ഡ്യൂട്ടി 6% കുറച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള മൈനേഴ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് NBS വാത്സല്യ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരിൽ അവരുടെ പേരൻസിനോ ഗാർഡിയൻസിനോ NBS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതിയിൽ ജോയിൻ ചെയ്യാം. കുട്ടികൾ മേജറാകുന്ന സമയത്ത് ഈ നിക്ഷേപം ആ കുട്ടികളുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് സാധാരണ നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ NPS സ്കീമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഒരു കമ്പനി ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ അത് നോർമൽ ഇൻകമായിട്ട് കണക്കാക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇൻകം അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നതിന് PM ആവാസ് യോജന 2.0 എന്ന് പറയുന്ന ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകളാണ് ഇത്. പക്ഷേ ഇതിൽ പല കാര്യങ്ങൾക്കും ഇനിയും ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റിസീവ് ചെയ്യുന്നതിന് മുന്നെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലുള്ള ഇൻക്രീസ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുള്ള ഇൻക്രീസ് അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിലാണോ അതോ ഇനി വരും കാലങ്ങളിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്കാണോ ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് റിസീവ് ചെയ്തതിന് ശേഷം ഇതിന് തുടർച്ചയായിട്ട് മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് നൽകുന്നതാണ്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.